നമസ്കാരം. പശ്ചിമേഷ്യൻ രാഷ്ട്രീയ സാഹചര്യത്തിനിടയിൽ ഇറാൻ പ്രസിഡന്റായിരുന്ന മസൂദ് പെഷഷ്കിയാൻ രാജിവെക്കാൻ ശ്രമിച്ചു എന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇറാന്റെ അധികാര ഘടനയിൽ സൈനിക ശക്തിയായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കൂടുതൽ സ്വാധീനം നേടിക്കൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ തീരുമാനമെടുക്കൽ അധികാരം ക്രമേണ ചുരുങ്ങുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രസിഡന്റ് രാജിക്കത്ത് സമർപ്പിച്ചതെന്നാണ് വിദേശ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ അവകാശവാദങ്ങളെ ഇറാൻ സർക്കാർ ശക്തമായി നിഷേധിക്കുകയും പ്രസിഡന്റ് തന്റെ ചുമതലകൾ സാധാരണ നിലയിൽ തുടരുകയാണെന്ന് നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ബ്രിട്ടൻ ആസ്ഥാനമായുള്ള മാധ്യമ സ്ഥാപനമായ ഇറാൻ ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വിവാദത്തിന് തുടക്കമായത്. റിപ്പോർട്ട് അനുസരിച്ച് ഇറാന്റെ സുപ്രീം നേതൃത്വത്തിലേക്ക് പെഷഷ്കിയാൻ ഔദ്യോഗിക രാജിക്കത്ത് സമർപ്പിച്ചു എന്നായിരുന്നു അവകാശപ്പെട്ടത്. രാജ്യത്തെ നിർണായകമായ സുരക്ഷാ രാഷ്ട്രീയ തീരുമാനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പങ്ക് കുറയ്ക്കുകയും പകരം IRGCയുമായി ബന്ധപ്പെട്ട ശക്തമായ വിഭാഗങ്ങൾ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്ന ആശങ്കയിലാണ് പ്രസിഡന്റിനെ ഈ നീക്കത്തിലേക്ക് നയിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇറാൻ ഭരണ സംവിധാനത്തെ മനസ്സിലാക്കുമ്പോൾ ഈ വാർത്തയ്ക്ക് പ്രത്യേക പ്രാധാന്യം കൂടിയുണ്ട്. രാജ്യത്തിന്റെ പരമോന്നതയ്ക്ക് അധികാരം പ്രസിഡന്റിനല്ല, മറിച്ച് മുസ്തഫ അലി ഖമേനിയുടെ നേതൃത്വത്തിലുള്ള സുപ്രീം ലീഡർ സംവിധാനത്തിലാണ്. പ്രസിഡന്റും മന്ത്രിസഭയും ജനങ്ങളും തിരഞ്ഞെടുക്കുന്നതാണ് എങ്കിൽ പ്രതിരോധം, ദേശീയ സുരക്ഷ, വിദേശ നയം തുടങ്ങിയ മേഖലകളിൽ സുപ്രീം നേതാവിനും IRGCക്കും വലിയ സ്വാധീനമാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ നയ രൂപീകരണത്തിൽ സൈനിക ശക്തികളുടെ ഇടപെടൽ വർദ്ധിക്കുന്നുവെന്ന ആരോപണം ഉയർന്നതിനാൽ അത് ആഭ്യന്തര രാഷ്ട്രീയത്തിലെ വലിയ ഭിന്നതകൾക്ക് വഴിവെച്ചു. എന്തായാലും ഈ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇറാനിലെ ഔദ്യോഗിക വൃത്തങ്ങൾ രംഗത്ത് കുത്തുകയും ചെയ്തു. IRGCയുമായി അടുത്ത ബന്ധമുള്ള വാർത്താ ഏജൻസിയായ തസ്നീം ന്യൂസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഈ വാർത്ത പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പ്രസിഡന്റ് രാജിവെച്ചിട്ടില്ല എന്നും ഭരണകാര്യങ്ങൾ പതിവ് പോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും അവർ വ്യക്തമാക്കി. രാജ്യത്തിന്റെ നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടിട്ടില്ല എന്നും ഔദ്യോഗിക പ്രതികരണത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രസിഡന്റിന്റെ ഓഫീസും അതേ നിലപാടാണ് സ്വീകരിച്ചത്. പ്രസിഡന്റിന്റെ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ സയ്യിദ് മോഹനെ വിദേശ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ നൽകുന്നുവെന്ന് ആരോപണവും ഉന്നയിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പങ്കുവച്ച സന്ദേശത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും ചില വിദേശ മാധ്യമങ്ങൾ യാഥാർത്ഥ്യത്തിന് പകരം സ്വന്തം രാഷ്ട്രീയ ആഗ്രഹങ്ങൾ വാർത്തയായി അവതരിപ്പിക്കുകയാണ്. അത് ഇറാൻ ഒരിക്കലും കുറ്റക്കാരല്ല. ജനങ്ങളെ സേവിക്കാനുള്ള പ്രതിബദ്ധതയിൽ നിന്നും പ്രസിഡന്റിന് പിന്നോട്ടില്ല എന്നും അല്ലെങ്കിൽ അദ്ദേഹം പിന്നോട്ട് പോകുന്നില്ല എന്നും ദേശീയ ഐക്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും പാതയിൽ നിന്ന് വഴിമാറാൻ ഇറാൻ തയ്യാറല്ല എന്നും അവർ വ്യക്തമാക്കുന്നു. എന്നിരുന്നാലും ഈ റിപ്പോർട്ടുകൾക്ക് അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് വേറൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇറാനിലെ തിരഞ്ഞെടുക്കപ്പെട്ട സിവിലിയൻ ഭരണകൂടവും സുരക്ഷാ സൈനിക സംവിധാനങ്ങളും തമ്മിലുള്ള അധികാര സമവാക്യത്തെക്കുറിച്ച് നിരവധി ചർച്ചകൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് IRGCയുടെ സ്വാധീനം ഭരണത്തിൽ വലിയ മേഖലകളിൽ വിവിധ മേഖലകൾ തന്നെ വ്യാപിക്കുന്നു എന്ന വിമർശനങ്ങൾ പല നിരീക്ഷകരും ഉന്നയിച്ചിരുന്നു. സാമ്പത്തിക രംഗം മുതൽ വിദേശ നയം വരെയുള്ള മേഖലകളിൽ ഈ സൈനിക സംഘടനയ്ക്ക് നിർണായകമായ സ്വാധീനമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത്. അതായത് ഇറാനിലെ നിർണായകമായ നയതീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനമുള്ള ഒരു ചെറിയ നേതൃസംഘത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അതിൽ പലരും നിലവിലുള്ളതോ മുൻകാലത്തുള്ളതോ ആയ IRGC കമാൻഡറാണെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഔദ്യോഗിക അധികാരം സുപ്രീം നേതാവിനും ഭരണകൂടത്തിനാണ് എങ്കിലും രാജ്യത്തിന്റെ സുരക്ഷാ താൽപര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ സ്വാധീന കേന്ദ്രങ്ങളുടെ അഭിപ്രായം നിർണായകമാകുന്നു. IRGCയുടെ സ്വാധീനത്തിന് പിന്നിൽ ചരിത്രപ്രധാനമായ ഘടകങ്ങളുണ്ട്. 1980 മുതൽ 88 വരെ നീണ്ടുനിന്ന ഇറാൻ ഇറാഖ് യുദ്ധമാണ് സംഘടനയുടെ രാഷ്ട്രീയ പ്രാധാന്യത്തിന് വർദ്ധിക്കാൻ കാരണം. അതായത് യുദ്ധകാലത്ത് രൂപപ്പെട്ട നേതൃത്വങ്ങളും സുരക്ഷാ ചിന്തകളും പിന്നീട് രാജ്യത്തിന്റെ ഭരണഘടനാപരമായ രാഷ്ട്രീയവുമായ ഘടകങ്ങളെ സ്വാധീനിച്ചിരുന്നു. അതുതന്നെയാണ് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ IRGCക്ക് വലിയ പ്രാധാന്യം ലഭിക്കാനുള്ള കാരണം.